അസ്സലാമു അലൈക്കും. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ മരുഭൂമിയെ എങ്ങനെയാണ് മരുപ്പച്ചയാക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇവിടെ ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ പച്ചക്കറികളാണ്. മെയിനായിട്ട് ഇലവർഗ്ഗങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചുവന്ന ചീര, അതുപോലെ തന്നെ കാങ്കൂണ്, നാട്ടിൽ സുലഭമായി കാണുന്ന ഒരു വള്ളിച്ചീര ഉണ്ട്. നല്ല വണ്ണത്തിൽ അതിൻ്റെ ഇലയുണ്ടാവും. ധാരാളം വെള്ളം അടങ്ങിയതാണ് അതിൻ്റെ ഒരു ഇലയുടെ രൂപം. അതാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്, കൃഷി ചെയ്തിട്ടുള്ളത്. അത് കൂടുതലായി ഭക്ഷിക്കുന്നവർ ബംഗ്ലാദേശുകാരാണ് എന്നവർ പറഞ്ഞു. അതേപോലെ തന്നെ കാങ്കൂൺ എന്ന് പറയുന്നത് ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ പോലുള്ള, അതേപോലെ തന്നെ ശ്രീലങ്ക, ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള ആളുകളാണ് കൂടുതലത് കഴിക്കുന്നത് എന്ന് പറയും. പക്ഷേ കാങ്കൂണ് നല്ല ടേസ്റ്റുള്ള ഒരു ഇലവർഗ്ഗമാണ്. യുഎയിലും അല്ലെങ്കിൽ മറ്റു അറബ് രാഷ്ട്രത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അറിയാം. അവിടെയൊക്കെ കിട്ടുന്ന ഇലകളാണ്. ഒരു ദിവസം വാങ്ങി ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. പിന്നുള്ളത് ജെർജീറാണ്. നേരത്തെ നമ്മൾ കണ്ടതിവിടെ ജെർജീർ അത് കായായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ നിർത്തിയിട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വിത്തിന് വേണ്ടിയാണ് നിർത്തിയിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ ഈ കൃഷിത്തോട്ടം ഈ ഒരു പച്ചക്കറി അല്ലെങ്കിൽ എന്താ പറയുക ഇലവർഗ്ഗങ്ങൾ മാത്രമല്ല, ധാരാളം കോഴികളുണ്ട്, താറാവുകളുണ്ട്, ടർക്കി, മയിൽ, അങ്ങനെയെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അവർ ചെയ്യുന്ന രീതികളും. ഇവിടെ മെയിനായിട്ട് കോഴി കൃഷി ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർ മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി മെഷീനറിയിൽ വെച്ച് വിരിയിപ്പിക്കാനുള്ള രൂപത്തിലുള്ള മുട്ടയാണ് അവർ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നല്ലൊരു പാരൻറ്റ് സ്റ്റോക്ക് വേണം. ആ സ്റ്റോക്കിൽ നിന്നാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, സാധാരണഗതിയിൽ അവർ ചോദിക്കാറുള്ളത് നമ്മൾക്ക് മുട്ട കഴിക്കാനാണോ അതോ മെഷീന് വേണ്ടിയിട്ടാണോ എന്ന് വെച്ചു. മെഷീൻ അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻക്യുബേറ്റർ വെക്കുന്ന അതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ തിന്നാനുള്ളതും ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ വെക്കാൻ പറ്റുന്ന മുട്ടയും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അബുദാബിയിലെ ബനിയാസിനടുത്തുള്ള അൽവത്തുബ എന്ന് പറയുന്ന ഒരു ഫാമിംഗ് ഏരിയയാണ്. ആ ഏരിയയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് വശത്തൊക്കെ നമ്മൾ ചെയ്യുന്ന മൃഗങ്ങൾ കാണാം. പല ജാതിയിലുള്ള കുതിരകൾ, അതുപോലെ തന്നെ കോഴി തന്നെ പല രൂപത്തിലുള്ള കോഴികൾ, പല നാട്ടിൻ്റെ കൊളംബിയൻ ബ്രഹ്മ, അതുപോലെ തന്നെ നാടൻ കോഴികൾ, ആഫ്രിക്കൻ കോഴികൾ, ഈജിപ്ഷ്യൻ ഫയോമി, പിന്നെ പലതരത്തിലുള്ള കാടകൾ, അമേരിക്കൻ താറാവ്, ഫ്രാൻസിലെ താറാവ്, അങ്ങനെ പലതും ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇത് ആർക്കെങ്കിലുമൊക്കെ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ബനിയാസ് വത്തുബ ഏരിയയിലാണ്, വന്ന് കാണാം. അപ്പോൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മരുഭൂമിയെ എങ്ങനെയാണ് ഇവർ മരുപ്പച്ചയാക്കുന്നത് എന്നത്. അതുകൊണ്ട് പൂർണ്ണമായും വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. കമൻറ്റുകൾ ധാരാളം ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമാണ് കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും ചെയ്യാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളിതിന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. പിന്നെ എത്താത്തവർക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇനി നിങ്ങൾ കാണുക. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കുന്നില്ല. കൃഷി രീതികൾ കണ്ടില്ലേ, നിങ്ങൾ ലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല എന്താ പറയുക ചിട്ടയിലും മട്ടത്തിലുമാണ് ചെയ്തിട്ടുള്ളത്. 3 വർക്കർമാരിരുന്ന് ചെയ്യുന്നത് കണ്ടോ, എത്ര വൃത്തിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആടുകളെ കാണാം, പലതരത്തിലുള്ള ആടുകൾ. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന സൈസ് ആടുകളൊന്നും അല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആടുകളാണ് ഇവിടെ ഉള്ളത്. പല നാട്ടിൽ നിന്നും വന്നതും. ഇവിടുത്തെ തനി മലബാറി ആട് എന്ന് പറയുന്നത്, മലബാറി ആട് പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് അറബ് രാജ്യത്തിൽ നിന്നും വന്നതാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള മലബാറി ആടുകളൊക്കെ നമുക്കിതിൽ കാണാം. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണുക.
മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.